കുറെ പേര് തെലുങ്കിൽ നിന്ന് കൊണ്ട് വന്നു. പക്ഷെ അല്ലു അർജുൻ പോലെ ആരും ആയില്ല. എനിക്ക് തോന്നുന്നതിന്റെ ഒരു കാരണം അദ്ദേഹം നമുക്കറിയാം എന്റർടൈൻമെന്റ് പാക്കേജാണ്. തമാശ, ഒരു ഡബിംഗ് പടത്തിലെ തമാശ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കുക, പ്രത്യേകിച്ച് മലയാളികളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും ആ വഴക്കമുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഞാൻ അല്ലുവിനെ ഇപ്പൊ ഈ ആര്യ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാലോ ഇതിങ്ങനെ ഹിറ്റാകാൻ പോകുന്ന സിനിമയാണെന്നൊന്നും അറിയില്ല, വലിയ പ്രതീക്ഷയില്ലാതെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബ്രേക്ക് ടൈമിൽ എനിക്കൊന്ന് ടീ ബ്രേക്കിനെ മറ്റോ പാട്ട് സീൻ പറഞ്ഞ് കാണിക്കാന്നുണ്ട് പാട്ട് കാണിച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. കാരണം ഭയങ്കരമായിട്ടുള്ള ഡാൻസ് ആണല്ലോ ഇദ്ദേഹത്തിന്റെ, ഒരു രക്ഷയില്ലത്. പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലുവിന്റെ എല്ലാ സിനിമകളിലും അല്ലുവിന്റേതായ സ്റ്റെപ്പുകൾ വരാൻ തുടങ്ങി. പൊതുവെയുള്ള ഒരു സിനിമാ നടനാണോ ഈ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ഡാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം യുവാക്കളെ ഇത്രയേറെ അല്ലുവിലേക്ക് ആകർഷിക്കുന്നത്. രണ്ടാമത് അദ്ദേഹത്തിന്റെ തമാശ, പിന്നെ ഈ പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മാത്രമല്ല ഈ അല്ലുവിന്റെ ഓരോ സിനിമയും ഈ ആര്യ ഹിറ്റായപ്പോൾ മുതൽ എല്ലാ സിനിമയ്ക്കും ഇവിടെ വരും അല്ലേ, കൊച്ചിയിൽ വരും, കൊച്ചിയിൽ വന്നിവിടെ പ്രസ് മീറ്റ് നടത്തും. അതിനു വേണ്ടി പുള്ളി സ്പെൻഡ് ചെയ്യുന്ന പൈസ ആയിക്കോട്ടെ, സമയമായിക്കോട്ടെ, മലയാള സിനിമ, മലയാള പ്രേക്ഷകർ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പുള്ളി ഭയങ്കരമായി. ഇപ്പൊ പുള്ളി ഈ നാഷണൽ അവാർഡ് കിട്ടി, അതിനേക്കാളും വലിയ അവാർഡ് അല്ലുവിന് അടുത്തറിയാവുന്നുണ്ട്, എനിക്ക് അടുത്ത് മനസ്സിലാവും. അല്ലുവിന് നാഷണൽ അവാർഡ് കിട്ടിയതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും. ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും നമ്മുടെ ഇൻഡസ്ട്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ മലയാള സിനിമ. ആ മലയാള സിനിമ തന്നെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഒരാളാണ് ഞാനെന്ന് അദ്ദേഹം പറയുന്നത് പല ഇന്റർവ്യൂസിനെ കണ്ട് ഞങ്ങളോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പുള്ളി പ്ലാൻഡ് ആയിരുന്നു, കറക്റ്റ് പ്ലാൻഡ് ആയിരുന്നു. നമ്മൾ പറയില്ല, ഇപ്പൊ ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരാളാണ്, എന്തൊരു പ്രോഡക്റ്റും നമുക്ക് കേരളത്തിൽ എവിടെയും മാർക്കറ്റ് ചെയ്യാം. പക്ഷെ കറക്റ്റ് പഠനം കറക്റ്റ് ആയിരിക്കണം, ഇറക്കി വിടല് കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് സീസൺ ആയിരിക്കണം, പോകുന്ന റൂട്ട് കറക്റ്റ് ആയിരിക്കണം. അതെല്ലാം കറക്റ്റ് കൈകളിൽ വന്നു, കറക്റ്റ് ആയിട്ട് ചെയ്തു. അത് വലിയ റിസ്ക് വേണം. കാരണം നമുക്കറിയാം ഈ പോസ്റ്റർ കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒട്ടിക്കുന്നതല്ല. 6 ഷീറ്റ് പോസ്റ്റർ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും കട്ടൗട്ട്സ് വെച്ചു, 6 ഷീറ്റ് പോസ്റ്റർ വന്നു, എല്ലാ തിയേറ്ററുകളിലും പ്രൊമോ, ടീസർ. അങ്ങനെ ഒരു മലയാള സിനിമയെ എങ്ങനെയാണോ മാർക്കറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഇപ്പോഴും അല്ലെങ്കിൽ ആ സ്നേഹമുണ്ട്.